ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള തേങ്ങയൊന്നും വറുത്തരയ്ക്കാതെ തേങ്ങ പോലും ചേർക്കാതെ നല്ല കട്ട ഗ്രേവി ആയിട്ടുള്ള കടലക്കറി എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഞാനിന്ന് കാണിക്കാൻ പോണത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് കടല എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്ത കടലയാണ്. തലേദിവസം വെള്ളത്തിലിട്ട് പിറ്റേ ദിവസം നന്നായി കഴുകി എടുത്തിട്ടുള്ള കടലയാണിത്. അപ്പോൾ ഇത് ഞാനൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു മീഡിയം സൈസ് സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത്, ഏത് സൈസിൽ വേണമെങ്കിലും അരിയാം, അരിഞ്ഞത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരു മീഡിയം സൈസ് സവാള മാത്രം മതിയാവും. പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നന്നായി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കടലെല്ലാം നന്നായി മുങ്ങി കിടക്കുന്ന അത്രയും വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം കുറഞ്ഞു പോരുത്, വെള്ളത്തിൽ കൂടിയാലും കുഴപ്പമില്ല. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾ സാധാരണ എത്ര വിസിൽ അടിച്ചിട്ടാണ് കടല വേവിക്കുന്നതെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ കടല വേവിച്ചെടുക്കുക. ഞാനിവിടെ ഒരു വിസിൽ ഹൈ ഫ്ലെയിമിലിട്ട് അടിക്കും, അതിന് ശേഷം ലോ ഫ്ലെയിമിലിടും. ലോ ഫ്ലെയിമിലിട്ട് ഒരു വിസിലും കൂടി വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യും. അപ്പോഴേക്കും എയറൊക്കെ പോയി വരുമ്പോഴേക്കും കടല കറക്റ്റ് വെന്തിട്ടുണ്ടാവും. ഞാൻ അങ്ങനെയാണ് കടല വേവിക്കാറ്. അപ്പോൾ നിങ്ങൾ ഏത് രീതിയിലാണ് കടല വേവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ വേവിക്കുക. ഞാൻ ഈ രീതിയിൽ വേവിച്ചെടുത്തപ്പോൾ ഇതേപോലെ കടല നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒപ്പം സവാളയും വെന്ത് കിട്ടിയിട്ടുണ്ട്. സവാള ചിലതെല്ലാം നന്നായി ഉടഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉടയുമ്പോൾ നമ്മുടെ ഈ ഗ്രേവിക്ക് കുറച്ച് കട്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് വേവിക്കുന്ന നേരത്ത് സവാള ചേർക്കുന്നത്. ഇനി ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു ചീനച്ചട്ടിയോ അല്ലെങ്കിൽ പാനോ എടുക്കാം. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 4-5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായി ചൂടാവുമ്പോൾ ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകെല്ലാം ഒന്ന് പൊട്ടി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു 5 ചുവന്നുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 2 പച്ചമുളക് നടുവേ കീറിയതും പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടിയും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇതൊന്ന് വഴണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതൊന്ന് നന്നായി മൂത്ത് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള കടല ചേർത്ത് കൊടുക്കാം. അപ്പോൾ കടലയിലത്തെ വെള്ളം ഒന്നും കളയരുത്. കുറച്ച് കൂടിപ്പോയി വെള്ളം എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അതൊന്ന് വറ്റിച്ചെടുത്താൽ മതിയാവും. ഈ വെള്ളം ഒന്ന് വറ്റി വരുമ്പോഴായിരിക്കും നമ്മുടെ ഈ കടലക്കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് വെള്ളം ഒരിക്കലും ഊറ്റി കളയരുത്. കടല ചേർത്ത് കഴിഞ്ഞാൽ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഈ വെള്ളം ഒന്ന് കുറച്ചൊന്ന് വറ്റിച്ചെടുക്കണം. പിന്നെ ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ വെള്ളമെല്ലാം കുറച്ചൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു ഗ്രേവി ആയിരിക്കുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. കാരണം ചൂട് കൊണ്ട് കുറച്ചും കൂടി ഒന്ന് ഗ്രേവി കട്ടിയാവും. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ വറുത്തരയ്ക്കാതെ നല്ല കട്ട ഗ്രേവി ആയിട്ടുള്ള കടലക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കടല വേവുന്ന ഒരു സമയം മാത്രമേ വേണ്ടൂ. പിന്നെ എല്ലാം ചെയ്യാനായിട്ട് വളരെ സിമ്പിളാണ്. അപ്പോൾ അതുപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻസ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.